ലതയും ഹസ്ബൻഡും ഓഫീസിൽ പോയ സമയത്ത് ഇവരുടെ അപ്പാർട്ട്മെന്റിലോട്ട് ഒരു ബ്ലാക്ക് ഹുഡിയും പിന്നെ ഒരു പ്രത്യേകതരം ഗ്ലാസും ഒക്കെ വെച്ച് ഒരു മനുഷ്യൻ വന്ന് കോളിംഗ് ബെല്ലടിക്കും. കുഞ്ഞിനെയും കൂട്ടി ലതയുടെ അമ്മ വന്ന് ഡോറ് തുറന്നു. ആ സമയം ഈ വന്ന മനുഷ്യന് ഒരു നൈഫ് കാണിച്ച് പേടിപ്പിച്ച് കുഞ്ഞിനെ അവന്റെ കൈ കൊടുക്ക്, അവൻ കുഞ്ഞിനെ കിഡ്നാപ്പ് ചെയ്യാൻ വന്നാണ് പോലും. കുഞ്ഞിനെ കൊടുക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അവൻ ആ ഓൾഡ് ലേഡിയുടെ കഴുത്തേല് ആ കൊണ്ടുവന്ന് കത്തി കൊണ്ടൊരു 3 പ്രാവശ്യം കുത്തി. കുഞ്ഞിന്റെ കരച്ചിൽ നിർത്താന് അവൻ പോക്കറ്റിൽ നിന്ന് ഒരു ഹാങ്കർചീഫ് എടുത്ത് ഇതിന്റെ വായിലോട്ട് തിരികെ വെക്കുക. ഈ ധൂവാല വായിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടി അവരുടെ ബാത്റൂമിൽ കിടന്ന ചെറിയൊരു ഹാൻഡ് ടവൽ എടുത്ത് കുഞ്ഞിന്റെ തലയ്ക്ക് ചുറ്റും കെട്ടുന്നുകൊണ്ട് ഒരു ബ്ലൂ സൂട്ട് കേസ് എടുത്തു. അവിടെ ഉണ്ടായിരുന്ന ഗോൾഡ് ഓർണമെന്റ്സ് എല്ലാം ഈ സൂട്ട് കേസിലാക്കി. കുത്തി വീഴ്ത്തിയ ഓൾഡ് ലേഡിയുടെ മാലയും വളയും കൂടെ എടുത്തു. എന്നിട്ട് ഈ കുഞ്ഞിനെയും കൂടെ സൂട്ട് കേസിലാക്കിയിട്ട് അവനെ അപ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങി. ലതയും ഹസ്ബൻഡും വീട്ടിലെത്തുമ്പോൾ ലതയുടെ അമ്മ ബ്ലഡിൽ കുളിച്ച് മരിച്ചു കിടക്കും. അവരുടെ 10 മാസമായ കുഞ്ഞിനെ ഒട്ട് അവിടെ കാണാനും. പോലീസ് വന്ന് വീട് ഫുള്ള് സെർച്ച് ചെയ്യുന്നു. ആ സമയം കിഡ്നാപ്പറിന്റെ റാൻസം നോട്ട് കിട്ടുന്നു. നിങ്ങളുടെ മോൾ എന്റെ കയ്യിലാണ്. പിന്നെ ആ നോട്ടിൽ ഇൻസ്ട്രക്ട് ചെയ്യുന്നത് അമ്മയായ ലത രാത്രി 8 മണിയാകുമ്പോൾ ഒരു പർട്ടിക്കുലർ സ്റ്റോറിന്റെ മുമ്പിൽ വരണം, $50,000 കൊണ്ട്. ഫുൾ പോലീസ് നിരീക്ഷണത്തില് ലത കിഡ്നാപ്പർ പറഞ്ഞ സമയത്ത് തന്നെ കാശുമായിട്ട് പോയി ആ സ്റ്റോറിന്റെ ഫ്രണ്ടിൽ നിൽക്കുക. പൈസ വാങ്ങിക്കാൻ ആരും വന്നില്ല. അവർ ഈ റാൻസം നോട്ടിൽ നിന്നൊരു ക്ലൂ കണ്ടത്. ഈ കിഡ്നാപ്പർ അപ്പന്റെ അമ്മയുടെ അവരുടെ നിക് നെയിംസിലാണ് അഭിസംബോധന ചെയ്തത്. അപ്പം പോലീസിന് മനസ്സിലായി ഇവരെ അടുത്തറിയാവുന്ന ആരോ ആണ് ഫ്രണ്ട്സിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി. അങ്ങനെ 3 ദിവസം കഴിഞ്ഞപ്പം ആ ലിസ്റ്റിലെ ഒരാളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ കിട്ടിയത് ഒരു കാസിനോയിൽ നിന്നാണ്. ഒരു രഘുനന്ദൻ. പോലീസ് പുള്ളിയുടെ കാർ സെർച്ച് ചെയ്യുന്നു, ഫോൺ ചെക്ക് ചെയ്യുന്നു, കുറെ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാം. അതായത് ആ കുഞ്ഞ് കിഡ്നാപ്പ് ചെയ്യപ്പെട്ട ദിവസം ഈ പുള്ളിയുടെ ആക്ടിവിറ്റീസ് ആണ് അതിനകത്ത് പറയേണ്ടത്. ലഞ്ചിന് വീട്ടിൽ ചെന്നപ്പോഴാണ് ഭാര്യ പറഞ്ഞ് ഈ കുഞ്ഞ് കിഡ്നാപ്പ് ആയ കാര്യം അറിയുന്നത്. പിന്നെ ഫിംഗറിൽ ഒരു മുറിവ് കണ്ട് പോലീസ് ചോദിച്ചു ഇത്. അപ്പൊ പറഞ്ഞു കാറിന്റെ ട്രങ്ക് ക്ലീൻ ആക്കിയപ്പം പറ്റിയ മുറിവാ. പിന്നീട് ഇങ്ങനെയും കൂടെ പറഞ്ഞു ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ ചെന്നപ്പം വൈഫും ചോദിച്ചായിരുന്നെന്ന് ഈ മുറിവ് എങ്ങനെയാ ഉണ്ടായെന്ന്. വൈഫിനെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇവൻ പറഞ്ഞതെല്ലാം കള്ളത്തരമാണ്. അവസാനം അവന് സമ്മതിക്കേണ്ടി വന്നു. കുഞ്ഞിനെ കിഡ്നാപ്പ് ചെയ്ത് അതിന്റെ റിച്ച് പേരൻസിന്റെ നിന്ന് കുറച്ച് റാൻസം പൈസ വാങ്ങിക്കും. പക്ഷെ ആ സ്ത്രീ അവിടെ എതിർത്തുകൊണ്ടാണ് കൊല്ലേണ്ടി വന്നതെന്നും ആരും കാണാതെ ഈ കുഞ്ഞിനെ ജിമ്മിൽ ഉപേക്ഷിച്ചതിന്റെ കാര്യം ശ്വാസം കിട്ടാതെ ഈ ബാഗിലിരുന്ന് കുഞ്ഞ് ഓൾറെഡി മരിച്ചു. കിഡ്നാപ്പിംഗ് പദ്ധതി ഫുള്ള് പൊളിഞ്ഞുപോയി. കത്തിയും പിന്നെ അവന്റെ ബ്ലഡ് ആയ ഡ്രസ്സും എല്ലാം ഏതോ വേസ്റ്റ് യാർഡിൽ കൊണ്ട് ഡംപ് ചെയ്തു. ബാക്കി ജ്വല്ലറി ഭദ്രമായിട്ട് ഒരു ബാഗിലാക്കി അവന്റെ ഓഫീസിൽ ഒരിടത്ത് സൂക്ഷിച്ചു വെച്ചേക്കുവാണ്. കാര്യം ചൂതാട്ടത്തിൽ ഇവൻ ഭയങ്കര അഡിക്റ്റഡ് ആയിട്ട് ഒത്തിരി പൈസ നഷ്ടപ്പെട്ടാണ് ഒരു വലിയ കടക്കാരൻ. അങ്ങനെ US കോർട്ട് വധശിക്ഷയ്ക്ക് വിധിക്കുന്ന ആദ്യത്തെ ഇന്ത്യനാണിവൻ.